ഹലോ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഷെറിൻ ഫിറ്റ്നസ് പ്രോഗ്രാം ചേച്ചിയുടെ ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് വന്ന എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഞാനത് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പറയാം. ഞാൻ ഞാൻ ഞാനിതിലേക്ക് ഫിറ്റ്നസ്സിനെ കുറിച്ചും ഫുഡ് ഹെൽത്തിയായി കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നത് 2020 കോവിഡിന് ഒരു മാസം മുന്നേ എനിക്ക് പീരിയഡ്സ് ഡിലേ ആയിട്ട് ഞാൻ ഡോക്ടറെ കാണുമ്പോഴാണ് എനിക്ക് PCOD ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ മേ ബി ആ ഡോക്ടർ ടൈം എടുത്ത് ചികിത്സിക്കാമെന്ന് വെച്ചിട്ടായിരിക്കാം എന്നോട് അപ്പോൾ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ചെറിയൊരു ഐഡിയ, എവിടെയോ കേട്ട വേർഡ്, ഇതിനെക്കുറിച്ച് അങ്ങനെ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മരുന്ന് തന്നു, പോന്നു. പിന്നെ കോവിഡ് കാരണം എനിക്ക് മരുന്നൊന്നും കഴിക്കാൻ പറ്റിയില്ല, മരുന്ന് ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാനിത് യൂട്യൂബിലൊക്കെ നോക്കി ഞാൻ മനസ്സിലാക്കി, കുറേ വായിച്ചു ഇതിനെപ്പറ്റി. അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണെന്നും ഫുഡും ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ഇതിനുള്ള മരുന്നെന്നും നമ്മളെപ്പോഴും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൺട്രോൾഡാണ്, ഇതുകൊണ്ട് ഒരു ഉപദ്രവവും നമുക്ക് വരില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ആ ടൈമിൽ എനിക്ക് എന്നും തന്നെ ഒരു മോട്ടിവേഷൻ ഉള്ള കാരണം ഞാൻ തന്നെ എനിക്ക് കുറച്ച് വെയിറ്റൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആയിരുന്നു അത്രയും കാലം ഞാൻ പക്ഷേ ആ ടൈമിലൊക്കെ എനിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരിക്കും പീരിയഡ്സിൻ്റെ ഡിലേ കാരണം. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ യോഗ, പിന്നെ വൈകുന്നേരം ഷട്ടിൽ വീട്ടിൽ തന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വെയിറ്റ് കുറച്ചിരുന്നു. പക്ഷേ പിന്നെ ഒരു ഫേസ് കഴിഞ്ഞ് ഈ അടുത്തായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടും എന്നെ പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്, ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വന്നു, എക്സസൈസ് ബോഡി ആക്ടിവിറ്റി ഒന്നും അല്ലാതെ ഒരു പോയിന്റിൽ ഞാൻ വളരെ ഇതായി നിൽക്കുമ്പോഴാണ് ഞാൻ ഷെറിൻ ചേച്ചിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. അതെൻ്റെ സിസ്റ്ററിലോ സജസ്റ്റ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഷെറിൻ ചേച്ചിയുടെ ഇതിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വെയിറ്റോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടിനേക്കാൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ആയിരുന്നു. പിന്നെ വായിക്കും തോറും PCODക്ക് എല്ലാ തരത്തിലും മെൻ്റൽ ഹെൽത്ത് കുറേ കാര്യങ്ങൾ എഫക്റ്റ് ആവും. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് എഫക്റ്റായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ മെൻ്റൽ ഹെൽത്ത് എഫക്റ്റ് ആകുമ്പോൾ നമ്മുടെ കൂടെ ചുറ്റുമുള്ള ഫാമിലിയോടോ ആർക്കും അത് മനസ്സിലാവുന്നില്ല. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ വേണമെന്ന് വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്, ഞാൻ വേണമെന്ന് വെച്ച് സങ്കടപ്പെട്ടിരിക്കുക, ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്ക് ആരും എൻ്റെ പ്രശ്നം പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല. അപ്പോഴും എനിക്ക് ഇതുകൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കാം. കാരണം ആ സമയത്ത് എനിക്ക് പീരിയഡ്സ് വളരെ ഡിലേഡ് ആയിരുന്നു. പക്ഷേ ഞാൻ അതാണെന്ന് മനസ്സിലാക്കി. ഒരു പോയിന്റിൽ ഞാൻ വളരെ ബ്രേക്ക് ഡൗൺ ആയി. ആ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ സിസ്റ്ററിലോ ആയിട്ട് ഓപ്പണായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു, മേ ബി ഇതും ഹോർമോൺ ഇഷ്യൂസ് കാരണമായിരിക്കാം, ഒന്ന് എൻഗേജ് ആവാനല്ലോ, ഒന്ന് ആക്റ്റീവ് ആയിരിക്കാമല്ലോ, ഇതിൽ ജോയിൻ ചെയ്ത് നോക്കും, ഞാൻ നമ്പർ തരാം. അങ്ങനെ ഞാൻ ഷെറിൻ ചേച്ചിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെയുള്ള പോസിറ്റീവ് ആയിട്ട് തോന്നിയ കാര്യം, ചേച്ചി ആദ്യം എല്ലാവർക്കും ഈ ഹെൽത്തിനെ കുറിച്ചും നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുന്നതിനെ കുറിച്ചും ഒക്കെ ഒരു അവയർനെസ് തരുന്നുണ്ട്. അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ചേച്ചി വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് ഇതിനൊക്കെ ഡീൽ ചെയ്യുന്നത്. അതായത് ശരിക്കും നമുക്ക് ബോഡിയിൽ ഫുഡ് എങ്ങനെ എഫക്റ്റ് ആവുന്നു, എക്സസൈസ് കൊണ്ട് ബോഡിക്കും മൈൻഡിനും ഉണ്ടാകുന്ന കാര്യം എല്ലാം നല്ല സയൻറ്റിഫിക് നോളേജ് ഉണ്ട് ചേച്ചിക്ക്. അപ്പോൾ അതായത് നമ്മൾ പല വീഡിയോസും 7 ദിവസം കൊണ്ട് 10 കിലോ അതൊന്നുമല്ല. പിന്നെ അല്ലാതെ വയറ് മാത്രം കുറയ്ക്കുക അങ്ങനെയല്ല. നമ്മൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അതാണ് നിലനിൽക്കുള്ളൂ, അതാണ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഡയറ്റ് ആണെങ്കിലും എല്ലാം നമ്മുടെ നമ്മുടെ ഫുഡ് കൾച്ചറുമായിട്ട് വളരെയധികം അലൈൻ ചെയ്ത് പോകുന്ന ഡയറ്റാണ്. എനിക്ക് വളരെ എളുപ്പമായിരുന്നു അതിലേക്ക് മാറാൻ. പിന്നെ നമ്മളുടെ അടുത്ത് നിന്ന് നമുക്കും ഇതൊരു നമ്മളൊരു മിഷനായി കണ്ടിട്ട് ഓക്കെ ഇതെൻ്റെ ഹെൽത്ത്, എനിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് കരുതി ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാം. നമുക്കതിലൊരു റിഗ്രറ്റും തോന്നില്ല. പിന്നെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ വെയിറ്റ് കുറയുന്നു, ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ കാര്യമുണ്ടെന്ന് എന്നാൽ കൂടി കോൺഫിഡൻസ്, ബോഡി ട്രിം ആകുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും. മൈൻഡ് എക്സസൈസിൻ്റെ ബെനിഫിറ്റ്സ് ഇഷ്ടം പോലെയാണ്. അത് ചേച്ചി ഓരോ ക്ലാസ്സിലും സംസാരിക്കും അതിനെക്കുറിച്ചിട്ട്. കാരണം ഞാൻ അതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിളാണ്. ആ എൻ്റെ മെൻ്റൽ ഹെൽത്ത് എത്രയും മോശമായിരുന്ന അവസ്ഥയിൽ നിന്ന് എനിക്കിപ്പോൾ ഭയങ്കര സമാധാനമാണ്. അതായത് എനിക്ക് PCOD കൊണ്ടാണോ എന്ന് പോലെ എനിക്കറിയില്ല. എനിക്ക് രാവിലെകളിലൊക്കെ ഭയങ്കര ലോ എനർജി, കിടക്കാൻ തോന്നും, ഭയങ്കര ലോ എനർജി, അതൊക്കെ ഭയങ്കരമായിട്ട് മാറി എക്സസൈസ് ചെയ്ത് തുടങ്ങിയപ്പോൾ. മൈൻഡ് തന്നെ ഭയങ്കര റിഫ്രഷായി. അപ്പോൾ ചേച്ചി എല്ലാത്തിനെയും അങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ചേച്ചി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ എടുത്തു തരും, കാര്യങ്ങൾ പറഞ്ഞു തരും, ഓരോ കാര്യം. അതും പിന്നെ എന്നത്തെയും വർക്കൗട്ട് സെഷൻസ് ആയാലും അതെങ്ങനെയാണ് ഓരോ മസിലിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതും നമ്മളതിന് കൂടെ നിന്നാൽ മതി, ചേച്ചി നമ്മളെ കൊണ്ടുപോയിക്കോളും. അപ്പോൾ എനിക്കത് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്വയം ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ വെയിറ്റ് കുറഞ്ഞു, സത്യമാണ്. പക്ഷേ ഞാൻ ചെയ്ത കുറേ മിസ്റ്റേക്സ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഇത്ര അളവിൽ നമുക്ക് പ്രോട്ടീൻ വേണം, എനിക്കതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത്ര കറക്റ്റായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടൊന്നും അല്ല അന്ന് ചെയ്തത്. അപ്പോൾ ചേച്ചിയുടെ ഇതിൽ ജോയിൻ ചെയ്തിട്ടാണ് എങ്ങനെ നമുക്ക് ഒരാൾക്ക് എത്ര അളവിൽ മിനിമം നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് എത്ര പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇപ്പോൾ നമ്മൾ എത്ര അളവിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കണം, അതൊക്കെ മനസ്സിലായത് ചേച്ചിയുടെ ഇതിൽ ജോയിൻ ചെയ്തിട്ടാണ്. അപ്പോൾ
അപ്പോൾ എന്താ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യണു. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും പാഷനേറ്റ് ആയിട്ടും സിൻസിയർ ആയിട്ടുമാണ് ചേച്ചിയുടെ ക്ലാസ് എനിക്ക് തോന്നുന്നത്. മോർ ഓവർ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടാണ് എല്ലാത്തിനെയും ഡീൽ ചെയ്യുന്നത്. സോ അത് അപ്പോൾ ആ ഒരു വെയിറ്റ് ലോസ് ജേർണിയും ഭയങ്കര അതാണ് കറക്റ്റ്. ആസ് പെർ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് വളരെ പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ് വഴിയാണ് ചേച്ചി എല്ലാം ചെയ്യിപ്പിക്കുന്നതും ഗൈഡ് ലൈൻസ് തരുന്നതും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം.